എക്സാമിന് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. സോ വായിച്ചു നോക്കാം. വാട്ട് ഈസ് എ ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഹിയർ? നമ്മളുടെ ഗ്ലാസിന്റെ ക്രിറ്റിക്കൽ കോൺ എത്ര എന്നതാണ് നമ്മളുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഗ്ലാസിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ പോകേണ്ടിയിരുന്ന ലൈറ്ററെ ഒരു ബെൻഡിങ് സംഭവിച്ചിട്ട് എന്ത് ചെയ്യാണ്? വളഞ്ഞു പോവാണ് അല്ലെ. ആൻഡ് ദാറ്റ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഇസ് നോൺ ആസ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കടാ, ലൈറ്ററെ ഇങ്ങനെ വന്നതിന് ശേഷം അല്ലെ ഇങ്ങനെ അലോങ് ദ സർഫസ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അതായത് നമ്മളുടെ നോർമലുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കുന്നു. ആ സമയത്തുള്ള ഇൻസിഡന്റ് ആംഗിൾ, അതായത് ഈ ആംഗിളിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അത് ഗ്ലാസിൻ്റെത് എപ്പോഴും 42 ഡിഗ്രി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. 42 ഡിഗ്രി. ഇനി അടുത്ത ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ചിത്രമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് പൂർണ്ണാന്തര പ്രതിപതനത്തെ ചിത്രീകരിക്കുന്നത്? നമുക്കറിയാം പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത് ലൈറ്റ് റിഫ്ലക്ട് ബാക്ക് ടു ദ സെയിം മീഡിയം. ലൈറ്ററെ പോയിട്ട് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ചിത്രമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് എഴുതാനാണ്. സോ കമന്റ് ആയിട്ട് അറിയിക്കൂ കേട്ടോ.